spraying smoke inside my house. Actually, I don't know from where it's coming this early morning actually. And spraying blotting gas, actually carbon dioxide, okay, to make me look fat. I am thin actually. I am always thin, and these criminals will be spraying blotting gas. So I just started eating just like elephant food, yam, and I'm not having sugar, I'm not having tea, I'm not having anything actually, just chena and watermelon juice or something like that. And these criminals are trying to harm my life, this and that. So yesterday I said with so many people about all these things, and they are saying they are always having one they are always the same same this thing. No, they are not becoming mota, they are not becoming thin actually. So, and even we are seeing people, they are always the same. I am the only person who will become mota one day, morning thin, afternoon mota, the next second mota, like that it is, okay. What is that actually? So it is called blotting gas by the sprayed by these criminals into my nose, and these criminals are even making my buttocks so big, my breast so big, like that it is, okay. These criminals are using this bloating gas to make to do all these things actually. Bloating gas is the reason. നമ്മളുടെ ബട്ടക്സ്, നമ്മളുടെ ബ്രസ്റ്റ്, നമ്മളുടെ ഹിപ്പൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് വയറുമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ബ്ലോട്ടിങ് ഗ്യാസ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. അതിനാണ് ഇപ്പോൾ ഇതടിക്കുന്നത്. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വണ്ണം ഇങ്ങനെ കൂട്ടണം. ഭയങ്കര രസമാണ്. ഞാൻ കാണുന്നവരെല്ലാം ഒരേ വണ്ണത്തിലാണ് എപ്പോഴും. നമ്മൾ മാത്രം ഇന്ന് രാവിലെ ഇപ്പം ഭയങ്കര തിന്നാണ്. ഇച്ചിരി ഒരു മിനിറ്റ് കഴിയേണ്ട നമ്മളെ കാണുമ്പോഴത്തേനും അങ്ങ് രോഗം ഇറങ്ങും, അങ്ങ് അടിക്കാൻ തുടങ്ങും. അപ്പോഴത്തേനും നമ്മളങ്ങ് ഇരട്ടി വണ്ണമാവും. ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ്. നമ്മളിതുപോലെ നമ്മുടെ കുളിമുറിയിലോട്ട് കുളിക്കാൻ പോയാൽ ഇതുപോലെ തന്നെ അങ്ങ് വണ്ണം കൂട്ടും. നമ്മൾ ഇറങ്ങി വരുന്ന വേറെ ആരോ ആണ്. ഇങ്ങനെ ഭയങ്കര, പിന്നെ ഇവിടെയൊക്കെ ആരോ വരുന്നെന്ന് കഥകളുണ്ടാക്കാൻ നോക്കുക. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. വേറെ പണിയൊന്നും ഇല്ല ഇവന്മാർക്ക്. എന്നെ മാത്രം നോക്കിയിരിക്കുന്ന കുറേ തേർഡ് റേറ്റ്സ് ഉണ്ട് ഇവിടെ. എന്നെ മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിൻ്റെ രോഗമാണെന്ന് മനസ്സിലാവുന്നില്ല ഇവനൊക്കെ. എന്നെ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താണിത് പൊന്നച്ച, വല്ലാത്ത രോഗം തന്നെ. ഈ നോക്കിയിരിക്കുന്നവന്മാരിൽ ഈ മോഹൻ സിംഗ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവന്മാരോട് പറയുന്നത് കേട്ട് അവൻ ഓൺലൈൻ ഇരിക്കുകയാണെന്ന്. ഓൺലൈനാണെന്ന് കൂടുതലും. ഈ ഓൺലൈൻകാരെല്ലാം ഇതാണ്, ഭയങ്കര കള്ളന്മാരാണ്. നമ്മളെ നോക്കിയിരിക്കുക, നമ്മൾ ആരോട് സംസാരിക്കുന്നു, നമ്മളെന്ത് സംസാരിക്കുന്നു, നമ്മളെന്ത് കഴിക്കുന്നു, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ പ്രൈവസിക്ക് എഗൻസ്റ്റാണ് ഇതെല്ലാം. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രൈവസിക്ക് എഗൻസ്റ്റാണ് ഇതെല്ലാം, ഓക്കെ. ഇങ്ങനെയൊക്കെ ആരാണ് നമ്മളെ നോക്കാനും നമ്മളെ ഇതാക്കാനും? നമ്മൾ ഇവരുടെ ഒന്നും നോക്കുന്നില്ലല്ലോ. പോരാത്തതിന് കാണും ഇവരുടെ ഹിഡനായിട്ടുള്ള എല്ലാം കാണാതിരിക്കാൻ കണ്ടില്ലേ, ഇങ്ങനെ വലിയ ചൈന വന്മതിലെല്ലാം ഇതാക്കി വെച്ചിരിക്കുകയാണ്. ഐ ആം എലോൺ ഹിയർ, നോ ബാസ്റ്റേർഡ്സ് ആർ ഹിയർ, ഓക്കെ. ആൻഡ് ഇവിടെ ഭയങ്കര തണുപ്പാണ്, ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ്. എന്നിട്ട് ഇന്നലെ എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നത് ഭയങ്കര ചൂടാണ് പോലും. അത്ര എന്തൊക്കെയോ കള്ളത്തരം. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര കള്ളിയാണെന്ന് എനിക്കറിയാം നല്ലപോലെ. എങ്ങനെയെങ്കിലും നമ്മളെ ഇതാക്കിയിട്ട് ഇതാക്കണം എന്നുള്ള, അവൾക്ക് കൊടുക്കണം, കള്ളിക്ക് കൊടുക്കണം എന്നുള്ള ഭയങ്കര ഉദ്ദേശങ്ങൾ പലതുണ്ട്. ആരും അത്ര വലിയ നല്ല പുള്ളികളൊന്നുമല്ല. രാജമ്മയും ഒക്കെ ഇത്ര വലിയ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴേ അറിയാം. മോളെ സപ്പോർട്ട് ചെയ്തൊരു രാജമ്മയെന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, അവളെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. ഇവളാരാന്ന് അറിയത്തില്ല. ഇവളിങ്ങനെ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. എൻ്റെ വാഷ്റൂമിൻ്റെ പടുതി കാണുമായിരുന്നു. നമ്മളിപ്പം പോയപ്പം എല്ലാം തേച്ച് കഴുകി എല്ലാം അഴുക്ക് പോയി. ഇവളുമാർ കയറിയിരുന്ന് ഇതാക്കിയതാ വർഷങ്ങൾ, നമ്മളില്ലാഞ്ഞ് എല്ലാം നശിപ്പിച്ച് സത്യത്തിൽ രാജമ്മയെന്ന് പറയുന്നവൾ. എന്നിട്ട് 10 ലക്ഷം പ്രീതായസ് പണിക്കർ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലപോലെ നടന്നേച്ച് ഇവള് എവിടാന്നാ കെട്ട കെടുമ്പ് പോയേക്കുക, കഥയുണ്ടാക്കി നടക്കുകയായിരുന്നു ഇവളെപ്പോലൊരു കെട്ട സ്ത്രീയില്ല രാജമ്മയെന്ന് പറയുന്നവളെ പോലെ. എന്നെ എൻ്റെ കൊച്ചിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുക പന്ന കെടുമ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവളുമായിട്ടൊന്നും ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഇവിടെ ഞങ്ങളുടെ ആരും അല്ല താനും. 50 വയസ്സായി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു കണിയാനുണ്ട്, അവന് രോഗം. 50 വയസ്സായ, 60 വയസ്സായി, 70 വയസ്സായി. ഇവനെന്താ
ഞാൻ നല്ലപോലെ ഇരിക്കരുത്, 50 വയസ്സായാലും അതിനാണ് ഇങ്ങനെ നടക്കുന്നത് ഇവളുമാർ. ബ്ലോട്ടിങ് ഗ്യാസ്, ലേസർ, അങ്ങനെ പല പല സാമാനം കൊണ്ട് നടക്കുക. ഞാൻ എൻ്റെ മുഖം ഒന്ന് നല്ലപോലെ ഇരിക്കരുത്, അങ്ങനെ അങ്ങ് വകവരുത്തണം. അതിന് വേഗം വകവരുത്താനായിട്ട് എന്തൊക്കെയാണ് വകവരുത്താനും പിന്നെ അസുഖങ്ങളൊക്കെ വരുത്തി ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ നഖം ഒടിക്കുക, വെള്ളത്തിന് ആസിനും അതുപോലൊക്കെ ഉള്ളത് കലർത്തി നഖം വരെയാണ് ഒടിക്കുന്നത്, മുടി കൊഴിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്രായം ഒത്തിരി ആയിപ്പോയി, നമ്മളെന്തിനാ നഖം വളർത്തി ക്യൂടെക്സിലരുത്. ഭയങ്കര രോഗങ്ങളാണ് നമ്മുടെ അടുക്കലങ്ങ്, ഭയങ്കര രോഗങ്ങളാണ്. നിനക്കൊക്കെ നല്ലപോലെ അറിയത്തില്ലയോ എന്തൊക്കെയാണ് ചെയ്താലേ ഇൻഷുറൻസ് അടിക്കാൻ പറ്റും. നിൻ്റെ ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇൻഷുറൻസ് അടിക്കടി. നീയൊക്കെ ഏതാണ്ട് വലിയ ഉദ്യോഗക്കാരിയാണെന്നാണ് പറയുന്നത് അവളൊക്കെ വലിയ ഉദ്യോഗക്കാരി, അങ്ങ് PhD കാരിയാണെന്നാണ് പറയുന്നത്. PhD കാരിയെന്ന് പറഞ്ഞിട്ട് ആരാണ്ട് പറഞ്ഞ് ഓൺലൈൻ PhD ഏതാണ്ടൊക്കെയാണെന്ന്. എടുത്തു വെച്ച് ഓടി ലിങ്ക്ഡിൻ നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേന് എടുത്തു വെച്ച് ഓടി അവൾ കള്ളി, അത്ര കള്ളിയാണ്. ക്യാരക്ടർലെസ് ബാസ്റ്റേർഡ് ആക്ച്വലി. ഇതുപോലൊരു ക്യാരക്ടർലെസ് ബാസ്റ്റേർഡിനെ കാണാൻ കിട്ടത്തില്ല. പ്രീത S. പണിക്കറെന്നും ഒക്കെ പറയുന്ന ഇവളുമാരെ പോലെ വലിയത്തെ കുറേ ക്യാരക്ടർലെസ് ബാസ്റ്റേർഡ്. വലിയ നല്ല പുള്ളികളാണ് ചമഞ്ഞിട്ട് ഏറ്റവും തേർഡ് റേറ്റ്സാണ് വലിയത്തെ കുറേ പെണ്ണുങ്ങളും എല്ലാം. കുറേ തേർഡ് റേറ്റ് പെണ്ണുങ്ങളും കള്ളികളും കണ്ടവനെയൊക്കെ വെച്ച് കാശുണ്ടാക്കി തിന്ന തെണ്ടികളെ ഇതുപോലെ കാണാൻ കിട്ടത്തില്ല.